ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൻ്റെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 50 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ബാക്കി 50 എന്ന് പറയുന്നത് നമ്മുടെ GK പോർഷനിലേക്ക് വരുന്ന 50 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതും ആ ക്വസ്റ്റ്യനും ആൻസറും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു 50 മാർക്കും കൂടി പഠിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തി. ഓക്കെ ആണല്ലോ, നമുക്കറിയാം 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് അല്ലെ കാപ്പാട് കടപ്പുറത്ത് എന്ത് ചെയ്യുന്നത്, വാസ്കോഡ ഗാമ എത്തുന്നത്. 1500 പെഡ്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. അതും ശരിയായ പ്രസ്താവനയാണ്. 1500 ഈ പറയുന്ന നമ്മുടെ പെഡ്രോ അൽവാരിസ് കബ്രാൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. 1502 വാസ്കോഡ ഗാമ 2ാം തവണ കേരളത്തിലെത്തി. അതും ശരിയാണ്. ഇനി 3ാം തവണ വരുന്നുണ്ട്. 1524 3ാം തവണയും ആര് വരുന്നുണ്ട്, നമ്മുടെ ഗാമ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 2ാം തവണയും വന്നിട്ടുണ്ട്. 1502 ഫെബ്രുവരിയിലാണ് വരുന്നത്. ഇനി പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിമാരുമായും അവർക്ക് സ്ഥിരവും തുടർച്ചയായുള്ള സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അവിടെ അതും എന്താണ്, ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ എന്താണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ നമുക്കറിയാം വാസ്കോഡ ഗാമ 1498 മെയ് 20 കോഴിക്കോട് വരുന്നത്. അതിൽ ഇങ്ങോട്ടേക്ക് വിട്ടതാരാണ്, ഡോം മാനുവൽ അല്ലെ. ആരാണ് നമ്മുടെ ആ രാജാവ് എന്ന് പറയുന്ന പോർച്ചുഗൽ രാജാവ്, ഡോം മാനുവൽ ആണ്. ഡോം മാനുവൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മാനുവൽ സെക്കൻഡ് എന്നൊക്കെ പറയും. വാണിജ്യ വികസനമായിരുന്നു എന്ത് ചെയ്യുന്നത്, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ കബ്രാൾ വരുന്നത്. പിന്നീട് വാസ്കോഡ ഗാമ 1502 വരുന്നുണ്ട്. ഇത് നമ്മുടെ BA ഹിസ്റ്ററിയുടെ കേരള അധിനിവേശം അങ്ങനത്തെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അവരുടെ ഒരു സെമസ്റ്റർ 3rd സെമസ്റ്റർ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അതിൽ ഈ ഒരു നല്ല വ്യക്തമായിട്ട് ഈ കഥകൾ ഫുള്ള് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കാം കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു ചാപ്റ്റർ PDF ഞാൻ ഇട്ടിരിക്കാം. വേണമെങ്കിൽ താല്പര്യമുള്ളവരൊന്ന് കയറി വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക്കുകളെല്ലാം, ഈ ഒരു പോയിന്റ്സ് എല്ലാം ആ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുളച്ചൽ യുദ്ധത്തിന് മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? അറിയാല്ലേ നമുക്ക്. കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം. ഏത് വർഷമായിരുന്നു? 1741 ഓഗസ്റ്റ് 10 എന്ത് നടക്കുന്നത്, കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. ആര് പരാജയപ്പെട്ടു? ഡച്ചുകാർ പരാജയപ്പെട്ടു. അതായത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു യൂറോപ്യൻ ശക്തിക്കെതിരെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരി വിജയിക്കുന്നത്. ഓക്കെ, ആരായിരുന്നു അന്നത്തെ ആ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്? ക്യാപ്റ്റൻ ആയിരുന്നു ആര്? ഡിലനോയ്. ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയ്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഡിലനോയ്, നമ്മുടെ ഇതിലേക്ക് അല്ലെ മാർത്താണ്ഡവർമ്മയ്ക്ക് വരിക. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നൊക്കെ ഡിലനോയ് അറിയപ്പെടുന്നത്. ഡിലനോയുടെ സ്മാരകം എവിടെയാണ്? അത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ട. എവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആരാണ് ഈ പറയുന്ന ഉദയഗിരി കോട്ട പണി കഴിപ്പിച്ചെന്ന് ചോദിക്കാറുണ്ട്. ആരാണ് അത്? വീരരവിവർമ്മയാണ്. വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മയാണ് ഉദയഗിരിക്കോട്ട പണി. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഈ പറയുന്ന ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ചോദിക്കാറുണ്ട്. അതേതാണ്? അത് മാവേലിക്കര ഉടമ്പടിയാണ്. എന്താണ്? മാവേലിക്കര ഉടമ്പടി പ്രകാരമാണ് ഡച്ച് ഭരണം എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ അവസാനിക്കുന്നത്. 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഈ കുളച്ചൽ ഇപ്പോൾ എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഇപ്പോൾ എന്ത് സ്ഥിതി ചെയ്യുന്നത്, കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ തമ്മിൽ താരതമ്യം ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒന്നാണ് എന്ത്, ഹോർത്തൂസ് മലബാറിക്കസ് ആരാണെന്ന്, ഹെൻറി വാൻഡ്രീഡ് ആണെന്ന് നമുക്കറിയാം. അത് വെച്ച് നമുക്ക് നോക്കാം. A3 ആണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 2 എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നോക്കുക, ഇനി അടുത്ത് എന്താണ്, മാമാങ്കം കിളിപ്പാട്ട്, പിന്നെ പെരുമാൾ തിരുമൊഴി. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഇതുമായിട്ട് വായിച്ച് ഇപ്പൊ നമ്മൾ ബാക്കി 3 നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് നോക്കിയേ തുഹ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്
ആരായിരിക്കും? ഷെയ്ഖ് സൈനുദ്ദീൻ അല്ലെ. ഈ ഒരു പേര് നമ്പൂതിരി ആൾവാർമാരൊന്നും എന്തായാലും ഈ ഒരു പേരിൽ എന്തായാലും പുസ്തകം എഴുതില്ല. ആ ഒരു ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് D2 ആണെന്ന് മനസ്സിലാകും. ഇവിടെയും എന്താണ്? D2 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താ എലിമിനേഷൻ അവിടെയും പറ്റില്ല. നെക്സ്റ്റ് നോക്കാം, മാമാങ്കം കിളിപ്പാട്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 50-50 ചാൻസ് ആയി അല്ലെ. 2 പോയി. 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ബാക്കി 2 നമുക്ക്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുക. ലാസ്റ്റ് വരുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി നമ്മൾ സേഫ് സോണിൽ എത്തിയെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട? ഗസ്സിങ് വേണ്ട, നമുക്ക് പഠിച്ചു വെക്കാം. മാമാങ്കം കിളിപ്പാട്ട് ആരുടേതാണ്? കാടാഞ്ചേരി നമ്പൂതിരിയാണ്. മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരിയും പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാറുമാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കണക്റ്റഡ് ഫാക്ട്സ് നോക്കിയാലോ. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് നമുക്കറിയാം ആരായിരുന്നു? ഡച്ച് ഗവർണർ ആയിരുന്നു. ആര്? ഈ പറയുന്ന ഹെൻറി വാൻ ഡ്രീഡ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിന് നേതൃത്വം നൽകുന്നത്. നമുക്ക് ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് എന്താ? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട ഒരു വൈദ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതനാണ്. പിന്നെ എന്താണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ അതിന്റെ അർത്ഥം എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം എന്നുള്ളതാണ്. എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം. ഓക്കെ, ഇനി അത് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ചോദിക്കാറുണ്ട്. അത് ഏതാണ്? ലാറ്റിൻ ഭാഷയിലാണ്. ലാറ്റിൻ ഭാഷയിലാണ്. ഇതിനെയാണ് കേരളാരാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ പൂന്തോട്ടം, കേരളാരാമം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഏകദേശം 1678 ഓക്കെ 1678 മുതൽ 1703 വരെ ഏകദേശം 12 വോളിയൂംസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പുസ്തകം ഇറക്കിയിരുന്നത്. പിന്നെ അതേപോലെ തന്നെ സഹകരിച്ച കുറച്ച് ബ്രാഹ്മണന്മാരുണ്ടായിരുന്നല്ലോ, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്, അങ്ങനെ 3 ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ പേരും കൂടി നമ്മൾ പഠിക്കാറുണ്ട്. ഇനി പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ മാമാങ്കം കിളിപ്പാട്ടാണ് അല്ലെ. മാമാങ്കം കിളിപ്പാട്ട് ഈ പറയുന്ന 1684 1705 വരെ ആരാണ് അവിടെ? ഈ കോഴിക്കോട് സാമൂതിരിയാണ്. അപ്പൊ ഈ പറയുന്ന മാമാങ്കം കിളിപ്പാട്ട് അതിന് പ്രോത്സാഹനം നൽകിയതാണ് ഈ പറയുന്ന കോഴിക്കോട് സാമൂതിരി. അത് എഴുതിയത് ആരാണ്? അതാണ് കാടഞ്ചേരി നമ്പൂതിരിയാണ്. ഓക്കെ, ആരാണ് മാമാങ്കം കിളിപ്പാട്ട് എന്ന കാവ്യം രചിച്ചത്? കാടഞ്ചേരി നമ്പൂതിരിയാണ്. ഓക്കെ ആണല്ലോ. അതായത് ഈ പറയുന്ന സാമൂതിരിയുടെ കൊട്ടാരത്തിലെ സദസ്യരായിരുന്നു ആര്? കാടഞ്ചേരി നമ്പൂതിരി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നോക്കിക്കേ, മാമാങ്കം കിളിപ്പാട്ട് നമ്മൾ പറഞ്ഞു ആരാണ്? കാടഞ്ചേരി നമ്പൂതിരിയാണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് പെരുമാൾ തിരുമൊഴി. എന്താണ് പെരുമാൾ തിരുമൊഴി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആരുടേതാണ്? ദക്ഷിണേന്ത്യയിൽ നമ്മുടെ ഈ വൈഷ്ണവ പ്രസ്ഥാനത്തിലെ ചരിത്രത്തിൽ അനശ്വരനും തമിഴിലെ പ്രശസ്ത ഭക്തപ്രബന്ധവുമാണ് എന്ത് പറയുന്നത്? പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്നത്. അപ്പൊ എന്താണത്? തമിഴിലാണ് അല്ലെ. ആരാണത്? കുലശേഖര ആൾവാർ. ഓക്കെ, അദ്ദേഹം ആരാണ്? ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ്. ആര്? കുലശേഖര ആൾവാർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറയുന്നത് അതേപോലെ തന്നെ സംസ്കൃതത്തിൽ മറ്റൊരു പുസ്തകമുണ്ട്, മുകുന്ദമാല. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. എന്താണ് മുകുന്ദമാല? അതും ആരുടേതാണ്? നമ്മുടെ കുലശേഖര ആൾവാറിൻ്റെതാണ് മുകുന്ദമാലയും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണ്. അത് ആരുടേതാണ്? അതായത് നമ്മുടെ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഒരു കൃതിയാണ് എന്താ ഈ പറയുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. എന്താണ്? പോർച്ചുഗീസ് ആക്രമണങ്ങളെ പറ്റിയാണ് എന്തിൽ പറയുന്നത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ പറയുന്നത്. ആരാണ് അത് എഴുതിയത്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. അറബി ഭാഷയിൽ. ഓക്കെ, അതെ. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു നോക്കാമല്ലോ. ഹോർത്തൂസ് മലബാറിക്കസ് നമ്മൾ പറഞ്ഞു. ആരാണ്? ഹെൻറി വാൻ ഡ്രീഡ് ആണ് നേതൃത്വം നൽകിയത്. അദ്ദേഹം ആരായിരുന്നു? ഡച്ച് ഗവർണർ ആയിരുന്നു. അദ്ദേഹത്തിനെ സഹായിച്ച ഇഴവ വൈദ്യനാണ് ആര്? ഇട്ടി അച്യുതൻ. ബ്രാഹ്മണന്മാരുണ്ടായിരുന്നല്ലോ, ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ലാറ്റിൻ ഭാഷയിലായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മലബാറിലെ പൂന്തോട്ടം എന്നുള്ളതാണ്. 1678 മുതൽ 1703 വരെ 12 വോളിയൂംസ് ആയിട്ടാണ് ഈ പുസ്തകം ഇറങ്ങിയത്. നെക്സ്റ്റ് മാമാങ്കം കിളിപ്പാട്ട് പറഞ്ഞു. കാടാഞ്ചേരി നമ്പൂതിരിയാണ്. ആരാണ് കാടാഞ്ചേരി നമ്പൂതിരി എന്ന് പറയുന്നത്? കോഴിക്കോട് സാമൂതിരിയുടെ സദസ്സിലെ അല്ലെ ഒരു കവിയായിരുന്നു. ആര്? കാടാഞ്ചേരി നമ്പൂതിരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പെരുമാൾ തിരുമൊഴി ആരാണ്? കുലശേഖര ആൾവാറാണ്. ആരാണ് കുലശേഖര ആൾവാർ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? 2ാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ആര്? കുലശേഖര ആൾവാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായ കൃതിയാണ് എന്ത്? മുകുന്ദമാല. തുഹ്ഫത്തുൽ മുജാഹിദീൻ ആരുടേതാണ്? ഷെയ്ഖ് സൈനുദ്ദീന്റേതാണ്. കേരളത്തിലെ പോർച്ചുഗീസ് ആക്രമണങ്ങളെ പറ്റി എഴുതിയിരിക്കുന്ന കൃതിയാണ് എന്ത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അറബി ഭാഷയിലാണ് അത് രചിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ 1ാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാം?
ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ശരിയാണ് അല്ലെ, നമുക്കറിയാം ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി. പി കെ ചാത്തൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. പി കെ ചാത്തൻ ആരായിരുന്നു? പി കെ ചാത്തൻ മാസ്റ്റർ എന്ന് പറയുന്നത് വ്യവസായമായിരുന്നില്ല, അദ്ദേഹം എന്താണ്, തദ്ദേശ സ്വയംഭരണമായിരുന്നു. അപ്പൊ ഇത് തെറ്റാണ്. കെ ആർ ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. കെ ആർ ഗൗരിയമ്മ റവന്യൂവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊന്ന് എന്താണ്, എക്സൈസ്, റവന്യൂ എക്സൈസ് ആരായിരുന്നു? ഗൗരിയമ്മയായിരുന്നു. അപ്പൊ ഇതെന്താണ്, ശരിയായ പ്രസ്താവനയാണ്. കെ പി ഗോപാലൻ തദ്ദേശ സ്വയംഭരണമാണെന്ന് അപ്പൊ നമ്മളിവിടെ പറഞ്ഞു. പി കെ ചാത്ത മാസ്റ്റർ ആയിരുന്നു എന്താ, തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞു. അപ്പൊ ആരായിരിക്കും കെ പി ഗോപാലൻ? കെ പി ഗോപാലൻ എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. ഓക്കെ, ആരാണ്? വ്യവസായം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്? ശരിയായ പ്രസ്താവനകളാണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 1, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആരായിരുന്നു? അപ്പൊ നമുക്കറിയാം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. പിന്നെ എന്ത് പറയാം നമുക്ക്? ധനകാര്യം ആരായിരുന്നു? ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോനാണ്. സി അച്യുതമേനോൻ ധനകാര്യ വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ ആരാണ്? നമ്മുടെ ടി വി തോമസ്. ആരാണ് ടി വി തോമസ്? തൊഴിലും എക്സൈസും അല്ലെ, തൊഴിലും എക്സൈസ് അല്ല, തൊഴിലും അതേപോലെ തന്നെ എക്സൈസ് ഗൗരിയമ്മയായിരുന്നു. തൊഴിലും ഗതാഗതവും ആരായിരുന്നു? ടി വി തോമസ് ആണ്. ഓക്കെ, ഇനി വനം അതേപോലെ തന്നെ ഭക്ഷ്യവകുപ്പ്, വനവും ഭക്ഷ്യവും ആരായിരുന്നു? അത് KC ജോർജ് ആയിരുന്നു. ആരാണ്? KC ജോർജ്. നെക്സ്റ്റ് കെ പി ഗോപാലൻ എന്താണ്? വ്യവസായമാണ് നമ്മൾ പറഞ്ഞു. പിന്നെ പറയേണ്ടത് പൊതുമരാമത്ത്. പൊതുമരാമത്ത് ആരായിരുന്നു? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ആര്? TA മജീദ്. ആരാണ്? TA മജീദ് ആണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പിന്നെ പറയാവുന്ന ജോസഫ് മുണ്ടശ്ശേരി നമ്മൾ പറഞ്ഞു, ചാത്ത മാസ്റ്റർ പറഞ്ഞു, ഗൗരിയമ്മ പറഞ്ഞു. പിന്നെയുള്ളത് നിയമം വൈദ്യുതി. നിയമവും ഉണ്ടായിരുന്നു. നിയമവും വൈദ്യുതിയും ആരായിരുന്നു? VR കൃഷ്ണയ്യർ ആയിരുന്നു. VR കൃഷ്ണയ്യർ. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരാണ്? ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് AR മേനോൻ ആയിരുന്നു ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെയുള്ളത് പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? PT ചാക്കോയായിരുന്നു. പ്രതിപക്ഷം ആരായിരുന്നു? PT ചാക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഈ പറയുന്ന ഒന്നാം മന്ത്രിസഭ എന്ന് പറയുന്നത് 1957 ഏപ്രിൽ 1 എന്ത് സംഭവിക്കുന്നത്? ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത്. ഓക്കെ, മന്ത്രിസഭയല്ല, നിയമസഭ നിലവിൽ വന്നത്. അതിനുശേഷം അത് മന്ത്രിസഭയായത് എന്നാണ്? ഏപ്രിൽ 5 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അതിന്റെ മന്ത്രിമാരെയൊക്കെ തീരുമാനിച്ചു. അതൊരു മന്ത്രിസഭയായിട്ട് വന്നു. ഇതെന്താണ്? നിയമസഭ. ഒന്നാം നിയമസഭ നിലവിൽ വന്നു. ഇവിടെ എന്താണ്? ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നു. ഇനി എന്താണ്? നിയമസഭ ആദ്യമായിട്ട് സമ്മേളനം കൂടിയ വർഷം ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? 1957 ഏപ്രിൽ 27 അവരുടെ ഒന്നാമത്തെ സമ്മേളനം നടന്നത്. ഓക്കെ, അതേപോലെ അതിലുണ്ടായിരുന്ന മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 11. ഒരേ ഒരു വനിതാ മന്ത്രിയായിരുന്നു. അതാരാണ്? നമ്മുടെ ഗൗരിയമ്മ അല്ലെ, ഗൗരിയമ്മയായിരുന്നു. ഒന്നാം നിയമസഭയിലെ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് ഒരേ ഒരു വനിത എന്ന് പറയുന്നത്. എങ്കിൽ നിയമസഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എത്രയാണ്? അത് 6 വനിതകളായിരുന്നു നിയമസഭയിൽ ഉണ്ടായിരുന്നത്. മന്ത്രിസഭയിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ഒരു വനിതയായിരുന്നു. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മൻസബ്ദാരി ആരാണ്? നമ്മൾ പഠിച്ചതാണ് അല്ലെ, 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ വ്യക്തമായിട്ട് ഇത് പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പഠിക്കുക. 1ഉം 2ഉം ചാപ്റ്റർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നോക്കിക്കേ, കണ്ട, മുഗൾ സൈന്യ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായി വന്നു. അതിനുവേണ്ടി ആരാണ്? അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി എന്ന് പറയുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. ആരാണ്? മാൻസബ്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി. ഇതെല്ലാം നമ്മൾ ആ ക്ലാസ്സിൽ ഓൾറെഡി SCRT ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്തിരിക്കാം കേട്ടോ. ആ ക്ലാസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക് ഒക്കെ പറയുന്നുണ്ട് ആ ചാപ്റ്ററിൽ. അപ്പൊ എന്താണ് മൻസബ്ദാരി സിസ്റ്റം? ആരുടേതാണ്? നമ്മുടെ അക്ബറിൻ്റെതാണ്. അതിൽ തന്നെ പറയുന്ന മറ്റൊരു ഭരണ സംവിധാനമാണ് അമരനായക സംവിധാനം എന്ന് പറയുന്നത്. അതായത് വിജയനഗര സാമ്രാജ്യത്തിൽ ആരായിരുന്നു ഈ പറയുന്ന രാജ്യത്തെ മണ്ഡലങ്ങളെന്നും നാടുകളെന്നും സ്ഥലം എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതേപോലെ സൈനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആരാണ്? അമരനായകർ എന്ന പേരിലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ആ സംവിധാനം അറിയപ്പെടുന്ന പേരാണ് അമരനായക സംവിധാനം. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കണേ. ഇത് ഓൾറെഡി ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ആരിലേക്ക് വരുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് ഏത് വർഷമാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നമുക്കറിയാം 1857 വിപ്ലവത്തിന് ശേഷം മൊത്തം ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരും. അങ്ങനെയാണ് 1858 ഒരു നിയമം വന്നിട്ട് ഈ പറയുന്ന ഇന്ത്യയുടെ ഭരണം മുഴുവൻ ആരേറ്റെടുക്കും? ബ്രിട്ടീഷ് രാജ്ഞി അങ്ങ് ഏറ്റെടുക്കുകയാണ്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായിട്ട് വരും എന്താ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ആ ഒരു നിയമത്തിൽ കൂടെ ഈ പറയുന്ന ഇന്ത്യയുടെ ഭരണം മുഴുവൻ ബ്രിട്ടീഷ് രാജ്ഞി അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ആ ഒരു നിയമത്തിലൂടെ ഏറ്റെടുത്ത് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? ദത്തവകാശ നിരോധന നിയമം അങ്ങ് റദ്ദാക്കുന്നത്. ദത്തവകാശ നിരോധന നിയമം എന്ത് ചെയ്യുന്നുണ്ട്? പിൻവലിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ 1857 റിവോൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ രാജാക്കന്മാരൊക്കെ പങ്കെടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദത്തവകാശ നിരോധനമായിരുന്നു അല്ലെ. അതായത് എന്താണ്? നമ്മുടെ വരും തലമുറ, അതായത് മക്കളിൽ എന്താണ് ആൺമക്കൾ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? ആ രാജ്യം മുഴുവൻ എന്ത് ചെയ്യുന്ന ഗവൺമെന്റ്, അതായത് ബ്രിട്ടീഷുകാർക്ക് അങ്ങ് കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ നമുക്ക് ദത്തെടുത്ത മക്കൾക്കൊന്നും അവകാശമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ രാജാക്കന്മാരെല്ലാവരും ആ ഒരു 1857 റിവോൾട്ടിൽ നല്ല ശക്തമായിട്ട് പങ്കെടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്ഞി എന്ത് ചെയ്തു? 1858 ആയപ്പോഴേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമം അനുസരിച്ച് വന്ന ഉടനെ തന്നെ ചെയ്യുന്നത് ഈ ഒരു നിയമം എന്ത് ചെയ്യുകയാണ്? പിൻവലിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നമുക്ക് എന്തറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം ഏതാന്ന് ചോദിക്കാറുണ്ട്. ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ദ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമമാണ്. ഈ ഒരു നിയമത്തിലൂടെയാണ് എന്ത് വരുന്നത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നത് വൈസ്രോയി എന്നൊരു പദവിയിലേക്ക് മാറുന്നത്. ഓക്കെ, അതിനുശേഷം എല്ലാം ആരായിരുന്നു? വൈസ്രോയി ആയിരുന്നു. ഗവർണർ ജനറൽ എന്ന പേര് മാറ്റി പിന്നീട് ആരാകുന്നുണ്ട്? വൈസ്രോയി ആകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഈ 1858 ഈ പറയുന്ന രാജ്ഞിയുടെ വിളംബരം ഉണ്ടായിരുന്നല്ലോ, അതിന് എതിർ വിളംബരം പുറപ്പെടുവിച്ച ഒരു വിപ്ലവകാരിയുണ്ട്. അതാണ് നമ്മുടെ ബീഗം ഹസ്രത്ത് മഹൽ. നമുക്ക് 1857 റിവോൾട്ടിൽ നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ് അല്ലേ ഇത്, ബീഗം ഹസ്രത്ത് മഹൽ. അപ്പൊ രാജ്ഞിയുടെ വിളംബരത്തിന് എതിർ വിളംബരം പുറപ്പെടുവിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടുത്തെ റെഗുലേറ്റിംഗ് ആക്ട് ആണ്. അതേത് വർഷമാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെന്റ് നടപ്പിലാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റീവ്. എല്ലാത്തിനെയും ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെ. എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കമ്പനിയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും ഒന്ന് റെഗുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, ഈ നിയമത്തിൽ പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ഒരു കേന്ദ്രീകരണ ഭരണത്തിന് അടിത്തറയിട്ടതും ഈ നിയമമാണ്. ഈ നിയമപ്രകാരം എന്താകുന്നുണ്ട്? ഗവർണർ ഓഫ് ബംഗാൾ. ഓക്കെ, ഗവർണർ, ഇത് 1773 കാര്യമാണ്. 1888 എന്ത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളത് വൈസ്രോയി ആയി മാറുന്നത്. പക്ഷെ ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നത് എന്തായിട്ട് മാറും? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായിട്ട് മാറും. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. വാറൻ ഹേസ്റ്റിംഗ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്? ഈ നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാനൊക്കെയുള്ള റീസൺ എന്ന് പറയുന്നത് ഈ റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഇനിയുള്ളത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. അത് ഏത് വർഷമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്? അത് 1784 1784 എന്ത് വരുന്നത്? പിറ്റ് ഇന്ത്യ നിയമം, പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നിയമത്തിന്റെ മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്നറിയപ്പെടുന്നതും ഏതാണ്? പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. 1784. അതായത് ഈ പറയുന്ന 1773 റെഗുലേറ്റിംഗ് ആക്ട് വരും. ആ നിയമത്തിന്റെ കുറെ പോരായ്മകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് എന്ത്? പിറ്റ്സ് ഇന്ത്യ നിയമം എന്ന് പറയുന്നത്. ആരായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. വില്യം പിറ്റ് ആണ്. ഓക്കെ,
അപ്പൊ ആ സമയത്തെ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞു 73 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ വരുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? നമ്മുടെ വാറൻ ഹേസ്റ്റിംഗ്. അപ്പൊ ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുമ്പോഴും ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് എഴുതാനാണ് പറയുന്നത്. റൗലറ്റ് ആക്ട് ഏത് വർഷമാണ്? ആദ്യം നമുക്ക് വർഷം എഴുതി നോക്കാം. 1919. ബംഗാൾ വിഭജനം ഏത് വർഷമാണ്? 1905. ഗാന്ധി ഇർവിൻ ആക്ട് ഏതാണ്? ഗാന്ധി ഇർവിൻ ആക്ട് 1931 നെഹ്റു റിപ്പോർട്ട് ചോദിച്ചാൽ അത് 1928. അപ്പൊ നമുക്കൊന്ന് കാലക്രമം അനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ ആദ്യം വരേണ്ടത് 3 അല്ലെ? 3 വന്നം, അതിനുശേഷം 1 വന്നം, പിന്നെ ഏതാണ്? 4, 2. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ബംഗാൾ വിഭജനം എന്നാണ് ബംഗാൾ വിഭജിച്ചത്? 1905. ഏത് ദിവസം? ഒക്ടോബർ 16. അതുകൊണ്ടാണ് ഒക്ടോബർ 16 എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ വിലാപ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ? ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നൊരു നയമാണ് ആര് കൊണ്ടുവരുന്നത്? ബ്രിട്ടീഷ് അല്ലെ? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു ബ്രിട്ടീഷ് നയത്തിന്റെ ഭാഗമായിരുന്നു എന്ത്? ബംഗാളിനെ വിഭജിച്ചത്. ആരാണ് ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത്? മിന്റോ സെക്കൻഡ് ആണ്. മിന്റോ സെക്കൻഡ്. ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നുണ്ടല്ലോ, അതേത് വർഷമാണ്? അത് 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? അത് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു ആര്? INC പ്രസിഡന്റ്. ഇനി ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തുള്ള INC പ്രസിഡന്റ് ചോദിച്ചാൽ അതാരാണ്? അത് BN ധർ ആണ്. ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ, അതായത് 1911 1905 ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ഇനി ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? 3 കഴിഞ്ഞാൽ പിന്നെ 1 അല്ലേ? 1 എന്ന് പറയുമ്പോൾ റൗലറ്റ് ആക്ട്. എന്താണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്? അല്ലെ, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏതായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കൊക്കെ കാരണമായത് ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. എന്താണ്? വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കാമെന്നൊരു വ്യവസ്ഥയായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ റൗലറ്റ് നിയമത്തെ കരിനിയമം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ച ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ് കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ റൗലറ്റ് നിയമം. അതായത് നമ്മുടെ ഇന്ത്യക്കാരെല്ലാവരും അതിനെതിരായിരുന്നു. ഈ റൗലറ്റ് നിയമത്തെ പിന്തുണച്ചൊരു ഇന്ത്യക്കാരനുണ്ടായിരുന്നു. അതാരാണ്? നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആര്? C ശങ്കരൻ, ചേറ്റൂർ ശങ്കരൻ നായർ. നമുക്കറിയാം INCയുടെ പ്രസിഡന്റായ അല്ലെ? INC പ്രസിഡന്റായ മലയാളിയാണ്. അമരാവതി സമ്മേളനം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പറയുന്ന റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓക്കെ ആണല്ലോ. ഇനി ഏതാണ് നമുക്ക് നോക്കേണ്ടത്? ഗാന്ധി ഇർവിൻ ആക്ട് അല്ല, അടുത്ത ഏതാണ്? 4ാമത്തെ അല്ലേ? അപ്പൊ നെഹ്റു റിപ്പോർട്ടാണ്. നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ്? 1928 ഓഗസ്റ്റ് 10 അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അല്ല കേട്ടോ. ആരാണ് നെഹ്റു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? അത് മോത്തിലാൽ നെഹ്റു ആണ്. ഓക്കെ, ആരാണ്? മോത്തിലാൽ നെഹ്റു. എന്താണ് മോത്തിലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്? അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ആദ്യത്തെ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഏതാണ്? നെഹ്റു റിപ്പോർട്ടാണ്. 1928 മോത്തിലാൽ നെഹ്റു ആണ്. ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു 14 പരിപാടികൾ അതും ചോദിച്ചിട്ടുണ്ട്. 14 പോയിന്റുകൾ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? മുഹമ്മദ് അലി ജിന്ന. ആരാണ്? മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. ഇനി ഏതാണ്? ഗാന്ധി ഇർവിൻ ആക്ട്. എന്താണ് ഗാന്ധി ഇർവിൻ ആക്ട് എന്ന് പറയുന്നത്? ഗാന്ധിജിയും നമ്മുടെ ഇർവിൻ പ്രഭുവും തമ്മിൽ ഏത് വർഷം? 1931 മാർച്ച് 5 ഒപ്പുവെക്കുന്നതാണ് എന്താ? നമ്മുടെ ഗാന്ധി ഇർവിൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ഡൽഹി ഉടമ്പടി എന്നറിയപ്പെടുന്നതും. എന്താണ്? ഈ പറയുന്ന ഗാന്ധി ഇർവിൻ ആക്ടിനെയാണ് ഡൽഹി ഉടമ്പടി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് കോൺഗ്രസിന്റെ സഹകരണമില്ലാതെ യാതൊരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമത്തിൽ ഒപ്പുവെക്കാനായിട്ട് നിർബന്ധിതമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20 പരിപാടി കൊണ്ടുവന്നത് ആരാണ് 20 പരിപാടി കൊണ്ടുവന്നത്? ഇന്ദിരാഗാന്ധിയാണ്. ഏത് വർഷമാണ്? 1975 20 പരിപാടി കൊണ്ടുവരുന്നത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത്? 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന മറ്റൊന്നാണ് ഗരീബി ഹടാവോ അല്ലെ? ഗരീബി
ഹഠാവോ ആരുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ചെറു സഹായങ്ങൾ നൽകാൻ ഇന്ദിരാഗാന്ധി ആരംഭിച്ച ഒരു സംഘടനയുണ്ട്. അതിന്റെ പേരാണ് വാനരസേന. ഒന്ന് പഠിച്ചു വെക്കണേ. വാനരസേന എന്ന സംഘടന ആരംഭിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സ്റ്റാമ്പ് നിയമമുണ്ട്, അതേപോലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുണ്ട്, ബിൽ ഓഫ് റൈറ്റ്സ് ഉണ്ട്, ബ്രസ്റ്റ്-ലിറ്റോ ഉടമ്പടിയുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നും ഏതൊക്കെയാണ്, എന്തൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഈ പറയുന്ന നമ്മൾ 10th കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് കഴിഞ്ഞ വെച്ചാൽ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് സ്റ്റാമ്പ് നിയമം എന്ന് പറയുന്നത് 1765 അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്, അതായത് അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഓപ്ഷൻ 2 ആണെന്ന് മനസ്സിലായി. ഇനി എന്താണ് നോക്കിക്കേ. അപ്പൊ ഇവിടെ ഓപ്ഷൻ 2 ആണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇതങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇനി നോക്കിക്കേ, ഇനി അടുത്തത് ബി എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതെന്താണ്? 4 ആണെന്നറിയാം. സോ ഇതെന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ഇനി എന്താണ്? ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ബ്രസ്റ്റ്-ലിറ്റോവ്സ്ക് ഉടമ്പടി എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി ഓരോന്ന് നോക്കാം. എന്താണ് സ്റ്റാമ്പ് നിയമം എന്ന് പറയുന്നത്? അതായത് എന്താണ് അതായത് ഈ അമേരിക്കൻ വിപ്ലവമായിട്ട് അമേരിക്കയിൽ എന്താണ് ആ കോളനികൾ വരുമ്പോഴേക്കും എല്ലായിടത്തും ഈ പറയുന്ന അവരുടെ സ്റ്റാമ്പ്, ബ്രിട്ടീഷ് സ്റ്റാമ്പുകൾ ഉപയോഗിക്കണമെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റാമ്പ് നിയമം എന്ന് പറയുന്നത്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്നാണ് എന്ത്? ടീ ആക്ട് എന്ന് പറയുന്നത്. അത് ഏതാണ് വർഷം? 1773 ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ ടീ ആക്ട്. അതേപോലെ തന്നെ കറൻസി നിയമം, ഇതൊക്കെ ചേരുമ്പടി ചേർക്കാനായിരുന്നു. കറൻസി നിയമം അതേതാണ് വർഷം? 1764. അതേപോലെ തന്നെയാണ് പഞ്ചസാര നിയമം വന്നത്. അതും ഏത് വർഷമാണ്? 1764. പിന്നെ സ്റ്റാമ്പ് നിയമം നമ്മൾ പറഞ്ഞു 1765 പറഞ്ഞു. പിന്നെയുള്ളത് ടൗൺഷെൻഡ് നിയമമാണ്. ടൗൺഷെൻഡ് നിയമം ഏത് വർഷമാണ്? അത് 1767. ഇതൊക്കെയാണ് നമ്മുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി പറയുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്. അത് ഏത് വർഷമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്? ടെന്നീസ് കോർട്ട് 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കറിയാം അല്ലെ, മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വോട്ടിംഗ് ചോദിക്കുകയും അല്ലെ, അവർക്ക് എന്താണ് ജനസംഖ്യ ആനുപാതികമായിട്ട് വോട്ടിംഗ് വേണമെന്ന് പറയുകയും അതിൽ പ്രതിഷേധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെല്ലാവരും കൂടി ഇറങ്ങിപ്പോയിട്ട് തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ പ്രതിജ്ഞ എടുക്കുകയും ഭരണഘടന തയ്യാറാക്കും എന്നൊക്കെ അവിടെ പോയി പ്രതിജ്ഞ പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ആണ് ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതാണ്? നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ എന്താണ് ആ സമയത്ത് ആ രാജാവിന്റെ സ്വേച്ഛാധിപത്യ ഭരണം എന്താണ് നിർത്തലാക്കണം എന്നുള്ള ആ ഒരു വിപ്ലവമാണ് എന്ത്? നമ്മുടെ മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ബ്രസ്റ്റ്-ലിറ്റോവ്സ്ക് ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ആ സമയത്ത് റഷ്യൻ വിപ്ലവം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് റഷ്യൻ വിപ്ലവം 1917 എന്താണ് പഠിക്കുന്നത്? അവിടെ ബോൾഷെവിക്ക് മെൻഷെവിക്കുകളൊക്കെ ഉണ്ട് അല്ലെ. ആ സമയത്ത് ഈ റഷ്യയിലെ ബോൾഷെവിക് ഗവൺമെന്റും കേന്ദ്ര ശക്തികളുമായിട്ട് ഈ 1918 മാർച്ചിൽ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട്, ഒരു സമാധാന ഉടമ്പടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രസ്റ്റ്-ലിറ്റോവ്സ്ക് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, ഏത് വർഷം? 1918. ഇനി എന്നാണ് ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത്? അത് 1689 ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത്. 1689 അവകാശ നിയമം, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം എന്നാ ചോദിക്കുന്നത്. അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് പറയുന്നത്. അതായത്
ഏത് വർഷമാണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്? 1941 അറ്റ്ലാന്റിക് ചാർട്ടർ. ആരൊക്കെയാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ആര്? വിൻസ്റ്റൺ ചർച്ചിലുമാണ്. ഇവർ രണ്ടുപേരും. ആരായിരുന്നു ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുന്നത്? അദ്ദേഹം US പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. റൂസ്വെൽറ്റ് US പ്രസിഡന്റും വിൻസ്റ്റൺ ചർച്ചിൽ ആരായിരുന്നു? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. ആര്? വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന. ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്തിൽ ഒപ്പുവെക്കുന്നത്? അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത് 1741. ഓക്കെ, ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന, നമുക്കറിയാം UN ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയാണ് എന്ത്? അറ്റ്ലാന്റിക് ചാർട്ടർ 1941 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക നേതാക്കൾ ചോദിച്ചാൽ അപ്പൊ ആരെയൊക്കെ പറയാൻ പറ്റും നമുക്ക്? ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഉണ്ട്, അതേപോലെ വിൻസ്റ്റൺ ചർച്ചിൽ ഉണ്ട്, പിന്നെ ഒരു വ്യക്തിയും കൂടി ഉണ്ട്, അദ്ദേഹമാണ് ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഈ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിന് കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ ആണെങ്കിൽ അതിന് കാരണമായ സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് യാൾട്ട കോൺഫറൻസ് ആണ്. യാൾട്ട കോൺഫറൻസ്, ഉക്രൈനിൽ നടന്ന യാൾട്ട കോൺഫറൻസിലാണ് ഇവർ എന്ത് തീരുമാനിക്കുന്നത്? ഈ പറയുന്ന UN എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, ആരാണ് ചിയാങ് കൈഷക് എന്ന് പറയുന്നത്? അല്ലെ, നമ്മുടെ ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 1925 സന്യാസൻ മരിക്കുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ മരണശേഷം വന്ന നേതാവാണ് ആരാ? ചിയാങ് കൈഷക് എന്ന് പറയുന്നത്. അവിടെ ഏകാധിപത്യ ഭരണത്തിനൊക്കെ തുടക്കം കുറിക്കുന്നത് ആരാണ്? ചിയാങ് കൈഷക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. 1ഉം 3ഉം, ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? ഡെൽറ്റ രൂപപ്പെടുന്ന എന്താണ് നമുക്കറിയാം അല്ലെ. നദികളുടെ നിക്ഷേപമാണ്. നമുക്കറിയാം ഇവിടെ ഡെൽറ്റകളുടെ രൂപീകരണം, നമുക്ക് ഇങ്ങനെ ഇന്ത്യ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഡെൽറ്റ രൂപീകരണം കൂടുതലുണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നദികൾ എന്താണ്? സമതല പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്താണ്? നദീമുഖത്തോടെടുക്കുമ്പോൾ അവയുടെ ഒഴുക്ക് സാവധാനത്തിലാകും. ആ സമയത്താണ് അപ്പൊ ഈ നദികൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ പറയുന്നത്. ഈ നദികളുടെ ഈ പറയുന്ന നിക്ഷേപണ രൂപങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അതായത് ഇപ്പൊ മൊറൈനുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഇതേപോലെ 9th പഴയ ടെക്സ്റ്റ് ബുക്കിലും അതേപോലെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കില് 9th SCERT, പുതിയ SCERT നമുക്ക് ഈ ചാപ്റ്റർ ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പഴയ SCERT 10th ക്ലാസ്സിലെ ഒരൊറ്റ ചാപ്റ്റർ ആണ് ഇന്ത്യയും വൈവിധ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു ചാപ്റ്ററിനെ നമ്മൾ 9ലേക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ 9 ഒരു 5 ചാപ്റ്റർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വരുന്നതാണ് ഈ ടോപ്പിക്കുകളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഹിമാനികൾ മൂലമുള്ള മണ്ണൊലിപ്പ്, കാറ്റ് മൂലമുള്ള നിക്ഷേപം, നദികളുടെ നിക്ഷേപം. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ എന്ന് പറയുന്നത് നദീ നിക്ഷേപമാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നോക്കാം. ഒരു ടോപ്പോഗ്രഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേളകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? കോണ്ടൂർ ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂപടത്തിലെ 2 ബിന്ദുക്കൾക്കിടയിലെ ദൂരം, തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലെ ഉയരത്തിലെ ലംബ വ്യത്യാസം, പിന്നെന്താണ്? ഭൂപടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ ആകെ ഉയരം, 2 കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള തിരശ്ചീന ദൂരം. അതായത് നമുക്കറിയാം കോണ്ടൂർ ഇടവേളയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. കോണ്ടൂർ രേഖ എന്ന് പറയുന്നത് എന്താണ്? സമുദ്രനിരപ്പിൽ, ഇത് സമുദ്രമാണെങ്കിൽ അവിടെ നിന്ന് ഒരേ ഉയരത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ കോണ്ടൂർ രേഖ എന്ന് പറയുന്നത്. അപ്പൊ കോണ്ടൂർ ഇടവേള എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായ 2 കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ലംബ വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ധരാതലീയ ഭൂപടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന കോണ്ടൂർ ലൈൻസ് തന്നിട്ട് അതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറ്റും നമുക്ക് അതിൽ നിന്ന്? ഫസ്റ്റ് വൺ, ആ ഭൂപ്രദേശത്തിന്റെ ഉയരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. സമുദ്രത്തിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. സോ ഭൂപ്രദേശത്തിന്റെ ഉയരം വരും. രണ്ടാമതാണ് ചരിവിന്റെ സ്വഭാവം, എത്രത്തോളം ചരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ചരിവിന്റെ സ്വഭാവം മനസ്സിലാകും. മൂന്നാമത്തത് ഭൂരൂപത്തിന്റെ ആകൃതി എന്താണെന്നും കൂടി മനസ്സിലാകും. ഭൂരൂപത്തിന്റെ ആകൃതിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തടുത്ത് 2 കോണ്ടൂർ ഇടവേളകൾ തമ്മിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടൂർ ഇടവേള. അതിന്റെ ലംബ വ്യത്യാസമാണ് കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തടുത്ത് വരുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന്. അതായത് എന്താണ്? തൊട്ടടുത്തടുത്ത് വന്നാൽ അതെന്താണ്?
കുത്തനെയുള്ള ചരിവിനെയാണ്. അപ്പൊ അതേപോലെ തന്നെ പറയുന്ന അകന്നകന്ന കോണ്ടൂർ രേഖകൾ എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? അത് ചരിവില് വളരെയധികം അല്ലെ ഭൂപ്രദേശത്തിന്റെ ചെറിയ ചരിവിനെയാണ്. അപ്പൊ രണ്ട് കോണ്ടൂർ ലൈൻസ് വളരെ അടുത്താണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അത് കുത്തനെയുള്ള ചരിവിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾവനങ്ങൾ ഉള്ളത്? എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉഷ്ണമേഖലാ മുൾക്കാടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എവിടെയാണ് അത്? നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുൾവനങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, അതായത് അവിടെ എന്തെന്ന് പറയുന്നത് 50 സെന്റിമീറ്ററിലും താഴെയാണ് അവിടെ എന്ത് ലഭിക്കുന്നത്? മഴ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്താണ്? 50 സെന്റിമീറ്ററിലും താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന ഉഷ്ണമേഖല. അവിടെ ഏതൊക്കെയുണ്ട്? നമ്മുടെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്, അങ്ങനെ കുറെ സ്ഥലങ്ങൾ വരും. UP ഒക്കെ വരും കേട്ടോ. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നു? സൈലന്റ് വാലിയാണ്. അത് ഉഷ്ണമേഖല മഴക്കാടുകളാണ്. സൈലന്റ് വാലി നമുക്കറിയാം കേരളത്തിലെ ഏക നിത്യഹരിതം എന്താണ്? മഴക്കാടാണ്. ഏക കന്യാവനമാണ് അല്ലെ. അതേപോലെ ഏറ്റവും വലിയ മഴക്കാടാണ്. പിന്നെ എന്ത് പറയാം? ഏറ്റവും ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ അതിൽ അറിയപ്പെടുന്ന എന്താണ്? സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടത് എന്താണ്? ഈ പറയുന്ന നമ്മുടെ സൈലന്റ് വാലിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെന്ന് പാലക്കാട് ചുരം. ഓക്കെ ആണല്ലോ. പാലക്കാട് ചുരം എന്തിനൊക്കെയാണ്? നീലഗിരിയെയും നെല്ലിയാമ്പതിയെയും. അപ്പൊ എന്തൊക്കെയാണ് പാലക്കാട് ചുരത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകൾ? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. സഹ്യന് കുറുകെയുള്ള ചുരം ചോദിച്ചാൽ അത് പാലക്കാടാണ്. ഓക്കെ, അതേപോലെ തന്നെ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഏതാണ്? NH 544 അതിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് ഏതാണ്? അത് ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്ന്? അതായത് വരുമാന വിതരണത്തിൽ പുരോഗതി ഒന്നുമില്ല, പക്ഷെ എന്താണ്? പ്രതിശീർഷ വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്നു. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് വരുമാനത്തിന്റെ അസമത്വമാണ്. ഓക്കെ, അതായത് ഒരു രാജ്യത്തെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രാജ്യങ്ങളെ തമ്മിലൊക്കെ താരതമ്യം ചെയ്യാൻ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രതിശീർഷ വരുമാനമാണ്. എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത്? ദേശീയ വരുമാനം എത്രയാണോ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ജനസംഖ്യ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പ്രതിശീർഷ വരുമാനം, ഒരു വർഷത്തേക്ക് ഒരാൾക്ക് കിട്ടുന്ന വരുമാനം കിട്ടും. അപ്പൊ അവിടെ വരുമാന വിതരണത്തിൽ വലിയ പുരോഗതിയൊന്നുമില്ല, പക്ഷെ പ്രതിശീർഷ വരുമാനം കൂടുന്ന പറയുമ്പോൾ ആരിലേക്കോ എന്താണ് പണം പെരുകുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്? വരുമാനത്തിലെ അസമത്വം അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ക്യാഷ് റിസർവ് അനുപാതം അഥവാ CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? ദ്രവ്യത വർദ്ധിപ്പിക്കലാണ്. ഓക്കെ, അപ്പൊ എന്താണ് CRR അഥവാ കരുതൽ ധന അനുപാതം എന്ന് പറയും? അതായത് നമ്മൾ ഈ വാണിജ്യ ബാങ്കുകളിൽ നിന്നൊക്കെ അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്യണം? നമ്മൾ റിസർവ് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിക്കണം. ഇതിനെയാണ് കരുതൽ, അല്ലെ, ഒരു കരുതലാണ്. അതായത് ഇപ്പൊ അവർക്ക് 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്യണം? നമ്മൾ റിസർവ് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ CRR അഥവാ എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ എന്താണ്? കരുതൽ ധന അനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? പണപ്പെരുപ്പ സമയത്ത് ചെയ്യുന്നത് ഈ CRR എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിപ്പിക്കും. അപ്പൊ ബാങ്കുകളുടെ എന്ത് സംഭവിക്കും? വായ്പാ ശേഷി കുറയും. അപ്പൊ അത് ചോദിക്കാറുണ്ട്. പണപ്പെരുപ്പം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? CRR എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിപ്പിക്കും. സ്വാഭാവികമായിട്ടും വായ്പകൾ കൊടുക്കുന്നത് എന്ത് ചെയ്യും? വായ്പ കൊടുക്കാനായിട്ട് പറ്റാതെ വരും. വായ്പാ ശേഷി അവിടെ കുറയ്ക്കും. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് പണച്ചുരുക്ക സമയത്ത് എന്ത് സംഭവിക്കും? അപ്പോൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ? CRR എന്ത് ചെയ്യും? നേരെ കുറയ്ക്കും. അതായത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, അതായത് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ട എമൗണ്ട് എന്ത് ചെയ്യും? കുറയ്ക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? വായ്പ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ കൂടുതൽ പേരിലേക്ക് പണം എത്തും. അതിനെയാണ് പണപ്പെരുപ്പവും പണച്ചുരുക്കവും വരുമ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജി ഡി പിയും ധനക്കമ്മിയും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ്. ജി ഡി പി എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപാദനവും ധനക്കമ്മിയും ഒരേപോലെ വരുമ്പോൾ ഒരേ സമയം ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്ത് പറയുന്നത്? സർക്കാരിന്റെ വിപുലീകരണ ധനനയം പിന്തുടരുന്നു, അതാണ് പറയുന്നത്. ഓക്കെ, അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ജി ഡി പി എന്ന് പറയുന്നത്? അതായത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളില് എന്താണ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് നമ്മൾ ജി ഡി പി എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നു അതിന്റെ എല്ലാത്തിന്റെയും സാധന സേവനങ്ങളുടെ മൂല്യത്തെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്? അതായത് സർക്കാരിന്റെ മൊത്തം ചെലവും കടം കഴിഞ്ഞുള്ള ആ ഒരു വരവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ധനക്കമ്മി എന്ന് പറയുന്നത്. ഓക്കെ, സർക്കാരിന്റെ ചെലവും കടവും ഒക്കെ കഴിഞ്ഞിട്ട് വരവുമായിട്ടുള്ള ഒരു വ്യത്യാസം. ഇവിടെ പറയുന്നത് രണ്ടും ഒരേ സമയം കൂടുകയാണ്. അതെന്താണെന്ന്? സർക്കാരിന്റെ വിപുലീകരണ ധനനയം. അപ്പൊ എന്താണ് വിപുലീകരണ ധനനയം എന്ന് പറയുന്നത്? അതായത് സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സർക്കാർ എന്ത് ചെയ്യും? ചെലവ് കൂട്ടും. ഓക്കെ, ചെലവ് കൂട്ടുകയും എന്ത് ചെയ്യും? നികുതികളൊക്കെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് വിപുലീകരണ ധനനയം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ചെലവ് കൂട്ടുകയും എന്ത് ചെയ്യും? നികുതി നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്യുന്നതിനാണ് വിപുലീകരണ ധനനയം എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമാഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ഷേമാഘാതം, ഇതിന്റേക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടും. അതായത് HDI എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെ. എന്താണ്? മാനവ വികസന സൂചിക എന്ന് പറയും. ഈ മാനവ വികസന സൂചിക എന്ന് പറയുന്നത് അതിന്റെ മൂല്യം എപ്പോഴും എന്തായിരിക്കും? 0 മുതൽ 1 വരെ ആയിരിക്കും. ഈ 0 എന്ന് പറയുന്നത് ഒട്ടും വികസിതമല്ലാത്തതിനെയാണ് 0 പറയുന്നത്. 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും ഉയർന്നതായിരിക്കും. ഇതിന്റെ ഇടക്കായിരിക്കും ഇതിന്റെ വാല്യൂസ് എപ്പോഴും പറയുന്നത് 0.34, 0.56 അങ്ങനെ. അപ്പൊ 0നും 1നും ഇടക്കായിരിക്കും എന്ത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്? മനുഷ്യന് ആരോഗ്യം വേണം, അറിവ് വേണം, ജീവിത നിലവാരം വേണം. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ശരാശരിയാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. അതായത് റീസണും തന്നിട്ടുണ്ട് അല്ലെ. അസേഷൻ ആൻഡ് റീസൺ ആണ് തന്നിരിക്കുന്നത്. നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. ഓക്കെ, ശരിയാണത്. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. ഇവിടെ A ശരിയും R എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റുമാണ്. A ശരി, R എന്താണ്? തെറ്റുമാണ്. ഓക്കെ, അതായത് നമ്മുടെ ഭരണഘടനാപരമായിട്ട് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങളൊക്കെ അനുവദിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് ധനകാര്യ കമ്മീഷനാണ്. ആർക്ക്? ധനകാര്യ കമ്മീഷൻ. നീതി ആയോഗിനല്ല, അത് ധനകാര്യ കമ്മീഷനാണ്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 275 പ്രകാരം അതിന് എന്തും കൂടിയുണ്ട്? കേന്ദ്ര ഗവൺമെന്റിനും എന്തുണ്ട്? ചില വ്യവസ്ഥകളുണ്ട് നമുക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാനായിട്ട്. അപ്പൊ സാധാരണയായിട്ട് അത് ആരാണ്? ധനകാര്യ കമ്മീഷനാണ് അതിനെ ചുമതലപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് പ്രസിഡന്റിന് കൊടുക്കുന്നത്? അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അല്ലെ. അതായത് ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 60. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 69. ഉപരാഷ്ട്രപതിക്ക് ആരാണ് ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? അത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? പ്രസിഡന്റിന് ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഉപരാഷ്ട്രപതിക്കാരാണ്? അത് പ്രസിഡന്റ് ആണ് ചൊല്ലിക്കൊടുക്കുന്നത്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആരാണ് ചൊല്ലിക്കൊടുക്കുന്നത്? അത് പ്രസിഡന്റ് ആണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ചീഫ് ജസ്റ്റിസിന് പ്രസിഡന്റിനും, പ്രസിഡന്റ് ആർക്ക്? ചീഫ് ജസ്റ്റിസിനും ചൊല്ലിക്കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? അത് 159. ഇതാരാണ്? ഇത് രാഷ്ട്രപതി 60, ഉപരാഷ്ട്രപതി 69, ഗവർണർ ആണെങ്കിൽ അത് 159. ഓക്കെ, അത് ആരായിരിക്കും അപ്പൊ ഗവർണർക്ക്? അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആർക്ക്? ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ലോക്പാലിന്റെ ആദ്യത്തെ ആളാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആണ്. നിലവിൽ ആരാണ്? അത് ജസ്റ്റിസ് AM ഗ്യാൻവിൽക്കർ ആണ്. നിലവിൽ ഓക്കെ, അതായത് അജയ് മാണിക് റാവു ഗ്യാൻവിൽക്കർ ആണ് നിലവിലെ ലോക്പാൽ വരുന്നത്. നിലവിലെ കേരള ലോകായുക്ത ആരാണ്? അത് N അനിൽകുമാർ ആണ്.
ഓക്കെ, എൻ അനിൽകുമാറാണ് നിലവിലെ ലോകായുക്ത. കേരള ലോകായുക്ത എന്ന് പറയുന്നത് ആരാണ്? എൻ അനിൽകുമാറാണ്. നിലവിലെ ലോക്പാൽ ആരാണ്? AM ഗ്യാൻവിൽക്കർ, അതായത് അജയ് മാണിക് റാവു ഗ്യാൻവിൽക്കർ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത് വർഷമാണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. 2005 വിവരാവകാശ നിയമം പാസാക്കുന്നത്. ഓക്കെ, ആരായിരുന്നു ആ സമയത്ത് ഈ വിവരാവകാശ നിയമം എന്നൊരു ആശയം മുന്നോട്ട് വെച്ച് പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് VP സിംഗ് ആണ്. ഏത് വർഷം? 1990 ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ശക്തി സംഘടനാണ്. ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ ചോദിച്ചു കഴിഞ്ഞാൽ അത് 97 തമിഴ്നാട്ടിലാണ്. 1997 തമിഴ്നാട്ടിലാണ്. അത് ഈ ഒരു നിയമത്തെ ബന്ധപ്പെടുത്തിയല്ല. അത് ഏതാണ്? അതായത് നാഷണൽ ക്യാമ്പ് റൈറ്റ് ടു ഇൻഫർമേഷൻ 1996 എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു, റൈറ്റ് ടു ഇൻഫർമേഷൻ. അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് 1997 എന്ത് ചെയ്യുന്നത്? തമിഴ്നാട് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കറിയാം 1919 വിവരാവകാശ നിയമത്തിന്റെ ഭേദഗതിയൊക്കെ വരുന്നുണ്ട്. ഈ 2005 വിവരാവകാശ നിയമം പാസ്സാക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? അത് മൻമോഹൻ സിംഗ്. ആരായിരുന്നു രാഷ്ട്രപതി? 2005 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാം ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധി? ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ അധികാര പരിധികൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചിത സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. ഓക്കെ, പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. 243A എന്ന് പറയുന്ന എന്താണ്? ഗ്രാമസഭകളുമായി ബന്ധപ്പെട്ടതാണ്, ഗ്രാമസഭ. അതേപോലെ 243B ആണെങ്കിൽ എന്താണ്? പഞ്ചായത്തുകളുടെ രൂപീകരണമാണ്, പഞ്ചായത്ത് രൂപീകരണം. 243C എന്താണ്? അത് പഞ്ചായത്തുകളുടെ ഘടനയാണ്, ഘടന. ഓക്കെ, അതേപോലെ 243E ഉണ്ട്. E എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ കാലാവധിയാണ്, കാലാവധി. ഓക്കെ, പിന്നെന്താണ്? 243G ഉണ്ട്. അതായത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളാണ്, അധികാരവും അതേപോലെ ഉത്തരവാദിത്തങ്ങളുമാണ്. I എന്താണ്? 243I എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇനി 243K ഉണ്ട്. അതെന്താണ്? അത് പഞ്ചായത്ത് ഇലക്ഷൻ ആണല്ലേ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. പഞ്ചായത്ത് ഇലക്ഷനെയൊക്കെ പറ്റിയാണ് 243K പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 25 ക്വസ്റ്റ്യൻ ആയി. ഇനി നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു 25 ക്വസ്റ്റ്യൻ കൂടി ആകുമ്പോഴേക്കും അതിന്റെ GK പോർഷൻ കംപ്ലീറ്റ് ആകും. ഓൾറെഡി മാത്സിന്റെ 50 ക്വസ്റ്റ്യൻ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയാകുമ്പോഴേക്കും ആ ഒരു പ്രിലിംസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ